Hi friends, HK Vibe. Today topic is mindset. നമ്മുടെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ എങ്ങനെ വരുത്താം എന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കണ്ട എന്ന് ഓൾറെഡി സ്ക്രിപ്റ്റഡാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അതിനെ ഏത് ആംഗിളിലൂടെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു, അത് നെഗറ്റീവാകട്ടെ പോസിറ്റീവാകട്ടെ, അതിൻ്റെ നെഗറ്റീവ് വശം മാത്രം നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഫുൾ നമുക്ക് നെഗറ്റീവ്സ് മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. നേരെ തിരിച്ച് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് സംഭവിച്ചു അല്ലെങ്കിൽ നെഗറ്റീവ് സംഭവിച്ചു, പക്ഷേ നമ്മളതിൻ്റെ പോസിറ്റീവ് വശം മാത്രം നോക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പോസിറ്റിവിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് പോസിറ്റീവ് സംഭവിക്കണമെങ്കിലും മെൻ്റലി നമ്മൾ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹാപ്പി ആകാൻ പറ്റത്തില്ല, എന്നാലും 24 hours ഒരാൾക്ക് ഹാപ്പി ആകാനും പറ്റത്തില്ല. അപ്പോൾ മാക്സിമം ഹാപ്പി ആവാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഹാപ്പി ആവാൻ ശ്രമിച്ച് അവസാനം നമ്മൾ ഹാപ്പി ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സും ഹാപ്പി ആവും. അപ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ ലൈഫിലേക്കൊരു പുതിയ ക്യാഷ് ആണെങ്കിലും പുതിയൊരു എന്തെങ്കിലും ഒരു പുതിയ പോസിറ്റീവായ തിങ്സ് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം, രണ്ട് മെൻ്റലി നമ്മൾ ഹാപ്പി ആണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തുവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെൻ്റലി ഹാപ്പി ഒന്ന്, രണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന അതേ ലെവലിൽ ചിന്തിക്കുന്ന ഒരുപാട് പേര് ലോകത്തുണ്ട്. അപ്പം അത്തരം ആളുകളുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും. അപ്പോൾ ഈ മെൻ്റൽ ഹാപ്പിനെസ്സിലൂടെ നമ്മുടെ വൈബ്സിന് നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അച്ചീവ്മെൻ്റ് എന്താണോ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരുപാട് സോഴ്സുകൾ നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പം മെൻ്റലി ഹാപ്പി ആവുകയും നമ്മുടെ സറൗണ്ടിങ്സും ഓട്ടോമാറ്റിക്കലി ഹാപ്പിയാവും. അതിന് കൂടെ തന്നെ നമുക്ക് നമ്മൾ അതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫിനാൻഷ്യലി ഒരു ഫ്രീഡം ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുക എന്ന് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യം. അത് നേടിയെടുക്കാൻ വളരെ സിമ്പിളായൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കാം. സറൗണ്ടിങ്സ് ചെറിയൊരു പക്ഷേ നമുക്ക് ട്രാൻസാക്ഷൻസ് വേണ്ടി എന്നിരുന്നാലും ഫിനാൻഷ്യലി നമ്മൾ റിച്ചാണ് എന്നൊരു മൈൻഡ് സെറ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും സറൗണ്ടിങ്സ്. ഇപ്പോൾ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺ ടു സീറോയിലേക്ക് പോകും. നേരെ തിരിച്ച് ക്യാഷ് ഉണ്ട് എന്ന ഒരു പോസിറ്റീവ് ഒരു റിസൾട്ടാണ് നമ്മൾ മൈൻഡിൽ കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്കതിനുള്ള സോഴ്സ് വരും. അപ്പോൾ നമ്മൾ എന്താണോ നൽകുന്നത് അതിനനുസരിച്ചാണ് മൈൻഡ് സറൗണ്ടിങ്സും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളതിനെ കാണുന്ന പോയിൻ്റ് ഓഫ് വ്യൂക്ക് അനുസരിച്ച് നമ്മുടെ ലൈഫിൽ റിഫ്ലക്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മെൻ്റലി ഹാപ്പി ആവുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ റിസൾട്ട്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ ക്യാഷ് എപ്പോഴും അവൈലബിൾ ആകണം എന്നില്ല. ഒരു പക്ഷേ ചില സമയത്ത് ഡിമ്മാവാം, ചില സമയത്ത് കൂടുതലാകും. ഏതിരുന്നാലും ക്യാഷിൻ്റെയോ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഒരിക്കലും നമ്മൾ ഹാപ്പിനെസ്സിനെ ഡിറ്റർമിൻ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 0 ബാലൻസ് ആണെങ്കിലും നല്ല ക്യാഷ് ബാലൻസ് ഉള്ള സമയത്താണെങ്കിലും മെൻ്റലി നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സും ഹാപ്പി ആവും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാനുള്ള പോസിബിലിറ്റീസ് കൂടും. അപ്പോൾ ബി ഹാപ്പി, ബി ഫോർവേഡ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. താങ്ക് യു.